എന്നും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നവരെ നമ്മൾ അമ്മമാർക്കൊരു ഗുസ്തിയാണല്ലേ. അത് കഴിഞ്ഞാലാണ് നമുക്കൊന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റും. ഇരിക്കാനൊന്നും പറയാനില്ല. അപ്പോഴാണ് എനിക്ക് ഇന്നത്തെ പണിയാണ്. ബാൽക്കണി അടക്കുന്നുണ്ടോ, ഫുള്ള് കച്ചറായിട്ടിരിക്കുക. മലൈക്കാസാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമ്മർ ആയതുകൊണ്ട് തന്നെ ചെടികൾ പലതും കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാ ഇലയും പോയി തുടങ്ങി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പച്ചപ്പും കൂടി കാണാൻ പറ്റില്ല. പക്ഷെ ബാൽക്കണി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായി, കുറച്ച് ദിവസങ്ങളായി എന്ന് തന്നെ പറയാം. കാരണം ചൂടായതുകൊണ്ട് ഡേ ടൈമിലൊന്നും അങ്ങോട്ട് ഇറങ്ങാനേ പറ്റില്ല. പിന്നെ നമ്മളുടെ അവിടെ വാട്ടർ ലില്ലിയുടെ പോണ്ട് ചെറുതൊരെണ്ണം സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് ബേർഡ്സ് ഫുള്ള് വന്നിരിക്കും. അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഡേർട്ടി ആയിട്ട് ബാൽക്കണി കിടക്കുന്നത്. വീക്കിലി വൺസ് എങ്കിലും അത് ഒന്ന് സോപ്പിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുക. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസമുള്ള എനിക്കൊരു ക്ലീനിങ് ആണ്. അതിൻ്റെ പണിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ തന്നെ രാവിലെ ആയതുകൊണ്ട് അത്ര ചൂടില്ല. അപ്പോൾ ആ സമയത്തൊന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു. ബാൽക്കണിയൊക്കെ ഉള്ളത് നല്ലതാ. 1ഉം 2ഉം ബാൽക്കണിയൊക്കെ ഉള്ള ഫ്ലാറ്റുകളുണ്ട് കേട്ടോ ഇവിടെ. നമുക്കൊരു ബാൽക്കണിയേ ഉള്ളൂ. 2 ബാൽക്കണിയൊക്കെ ഉള്ളത് റെന്റ് കൂടുതലാണ്. പക്ഷെ ഇപ്പൊ വിചാരിക്കുന്നു ഈ 2 ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലീൻ ചെയ്ത് മടുത്തേനെ. ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ലില്ലിയുടെ പോണ്ട്. പോണ്ടെന്നൊന്നും പറയാനില്ല കേട്ടോ. ചെറിയൊരു തെർമോക്കോളിന്റെ ബോക്സിൽ വാട്ടർ ലില്ലി എടുത്ത് വെച്ചിരിക്കുക. ഇതില് ഇത് ക്ലീൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഒരു പ്ലാന്റേ ഉള്ളൂ. പക്ഷെ ഫ്ലവർ ഇടാറുണ്ട് കേട്ടോ. 1-2 ഒക്കെ ഇടക്കിടക്ക് വരാറുണ്ട്. വയലറ്റ് കളറാണ്. അടുത്ത പ്രാവശ്യം ഉണ്ടാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് കുറച്ച് ഗപ്പികളുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഗപ്പീസിനെ കണ്ടോ. 2-3 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറേ ബേബീസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി വരുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡെഡായി പോയി. എനിക്ക് അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ല. ഇതൊരു ശംഖുഷ്പമാണ്, പക്ഷെ അത് വെയിൽ കൊണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ലീഫൊക്കെ കണ്ടോ, യെല്ലോ ആയിട്ട് വരുന്നുണ്ട്. അത് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇലയൊക്കെ ഒരുമാതിരി പോയി. ഈ ചെടികളൊക്കെ ഒന്ന് നനച്ച് അവരെ ഇടയ്ക്ക് ഇങ്ങനെ ഹോസ് ഇട്ടൊന്ന് വാട്ടർ ചെയ്യാന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിൽ ഈ ഡസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എളുപ്പം ക്ലീൻ ആയി കിട്ടും. പക്ഷെ എൻ്റെ കയ്യിൽ ഹോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കപ്പിൽ വെള്ളം എടുത്തിട്ട് എല്ലാം ഒന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ലീഫിലൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്തിടും. നമുക്ക് ഈ പച്ചപ്പ് കാണുന്നത് തന്നെ ഒരു ഹാപ്പിനെസ് ആണല്ലോ. ഇരട്ട മൈനിനെ കണ്ടോ? ഇരട്ട മൈനിനെ കണ്ട അന്നത്തെ ദിവസം ശുഭദിനാവില്ലല്ലേ. ഇതൊക്കെ വെറും സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫാണ്, എനിക്കറിയാം. എന്നാലും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഇരട്ട മൈന വന്നിട്ടുണ്ട്, മിക്ക ദിവസവും വരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാവട്ടെ. ബാൽക്കണി ഞാൻ അപ്പം തന്നെ അടച്ചിട്ടു കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. നിന്റെ വീട്ടിൽ കിച്ചൺ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ തല തെറിച്ച് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എൻ്റെ വീട്ടിൽ കിച്ചൺ ഉണ്ട്. ആ കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്യാറുമുണ്ട്. അപ്പം ഞാൻ ഇനി കുക്കിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. കുക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും ഒന്നുണ്ടെ പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും കാണണം. അപ്പോൾ അത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് മാമ്പഴ പുളിശ്ശേരിയും അതേപോലെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, ഫിഷ് ഫ്രൈ, ഇതാണ് ഇന്നത്തെ എൻ്റെ മെനു. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിയൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഞങ്ങളുടെ അവിടെ ഈ ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറയും. അതാണ് ആക്ച്വലി ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ ഏത് മാംഗോ ആണ് ഉപയോഗിക്കണേന്നൊന്ന് പറയണം കേട്ടോ. കൊമൻസിലൊന്ന് പറയണം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കാറില്ലെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ ഷാരൂൺ വന്നപ്പോൾ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരാണ്, എൻ്റെ ഒരു 90% എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ വീഡിയോസ് കാണാറുള്ളത്. അവർ പലരും പേഴ്സണലി ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുക. അതുകൊണ്ട് ഞാൻ ഈ കമൻറ്റ് സെക്ഷനൊന്നും ആക്ച്വലി നോക്കാറില്ല. പക്ഷേ ഷാരൂണിൻ്റെ സജഷൻ നമ്മുടെ പരിഗണനയിലുണ്ട്. കമ്മിറ്റി ശ്രദ്ധിച്ചിരിക്കുന്നു. ഞങ്ങളിനി കമൻസിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് മാമ്പഴമാണ് യൂസ് ചെയ്യണതെന്ന് പറയണം കേട്ടോ. ഞങ്ങൾ അതിനെ ചന്ദ്രക്കാരൻ മാമ്പഴം എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് അതിന് പറയുക? കുഞ്ഞായിരിക്കും, ചെറിയ സ്മോൾ മാംഗോ അങ്ങനെ തന്നെ ഇടും, പീൽ ചെയ്തിട്ട് അതിട്ടാണ്. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം ഒന്നല്ല, ഇവിടെ അത് കാണാറില്ല കേട്ടോ, ഇവിടെ അത് കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ നല്ല പഴുത്ത അൽഫോൺസ മാംഗോ ഇല്ലേ,
അതിട്ടിട്ടാണ് ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അത് വേവിച്ചു, ഏകദേശം ഒന്ന് സ്മാഷ് ചെയ്ത പോലെ എടുത്തു. എന്നിട്ട് അറിയാലോ, ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. തൈരും തേങ്ങയും ജീരകം, പച്ചമുളക്, പിന്നെ ഷാലറ്റ്, ഇതെല്ലാം കൂടി അടിച്ച് അതിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും തന്നെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. നല്ല മധുരമുള്ള മാംഗോ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താണ്, ഞാൻ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ചിറ്റയാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. ചിറ്റ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. കുക്ക് ചെയ്യുന്നത് മാത്രമല്ല, ചിറ്റ കുറേ കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ട് പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട്. ചിറ്റയും ചിറ്റപ്പനും കോടനാടാണ് താമസിക്കുന്നത്. അപ്പോൾ ചിറ്റ എനിക്ക് നമ്മളമ്മമാർ ഈ മക്കൾക്ക് അവരുടെ കൈപുണ്യം പകർന്നു കൊടുക്കുമെന്ന് പറയില്ലേ, അതേപോലെ എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ റെസിപ്പി. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ബട്ട് ബാക്കിയുള്ള മെത്തേഡ്സൊക്കെ ഏകദേശം സെയിം ആണ് കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ. മെഴുക്കുവരട്ടിൻ്റെ വൺ ഓഫ് ദ ഹിറ്റ് റെസിപ്പിയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായത് കാരണം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ആക്ച്വലി ഞാൻ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാണ് ചെയ്യാറ്. ബട്ട് ഈ ഷാലറ്റൊക്കെ നമ്മൾ സോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഈ അച്ചിങ്ങ അതിലിട്ട് വെന്ത് വരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് വേവിച്ചിടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. അതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ചോറ് വെച്ചു, വേറെ ഒന്നുമില്ല. ഇനി ഫിഷ് ഫ്രൈ ചെയ്യണം. നയനയും ഞാനും ഇപ്പോൾ വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ ചോറ് കൊടുത്തതിന് ശേഷം നമുക്ക് നയനനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കറിയെന്ന്. എന്താ നേനയ്ക്ക് അങ്ങനെ ഞാൻ ചോറ് കൊടുത്തു. മാമ്പഴപ്പുളിശ്ശേരി, അച്ചിങ്ങ മെഴുക്കുവരട്ടി, ഫിഷ് ഫ്രൈ. നേനയ്ക്ക് പിന്നെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ പപ്പടവും 2 വെച്ചു. നേനയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം, ബിക്കോസ് ഞാനിത് മുന്നേ വെക്കാറുള്ള കറി തന്നെയാണ്. ഇതേപോലെ തന്നെ ഞാൻ പൈനാപ്പിൾ വെച്ചിട്ടും കറി ഉണ്ടാക്കും കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. അതും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് രണ്ടും ഇതേപോലെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള വല്ല കോമ്പിനേഷൻ സൈഡ് ഡിഷ് വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. സൂപ്പറാണ് പപ്പടം, സൂപ്പറാ പപ്പടോ പപ്പടം ബോത്ത് ടുഗദർ കഴിക്കുമ്പോ സൂപ്പറാണ്. പിന്നെ എന്താ ഇതെല്ലാം സ്പൈസി ആയതുകൊണ്ട് ഇത് കുറച്ച് സ്വീറ്റ് ആകുമ്പോ എനിക്ക് ഇഷ്ടമാണ്. മാംഗോ ഉണ്ട്, അപ്പൊ സൂപ്പറാ. എല്ലാരും ഉണ്ടാക്കി നോക്കണം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ? പൈനാപ്പിൾ കറിയാണോ അതാണ് ഇഷ്ടം? പൈനാപ്പിൾ വെച്ച് ഞാൻ മുരുകറി ഉണ്ടാക്കും, അതിനേക്കാളും ടേസ്റ്റ് ആണ് ഇതെന്നാണ് നേനയുടെ അഭിപ്രായം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഫ്രം മലൈക്ക. പൂർണ്ണ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള വാക്കുകൾ എല്ലാവരും മനസ്സിലുണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പൊ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മലൈക്കാസ്.